പാർട്ടി സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയ മീനാങ്കൽ കുമാറിനെ വീണ്ടും വെട്ടി CPI. തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും ഒഴിവാക്കി സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിന് പരസ്യപ്രതികരണം നടത്തിയ മീനാങ്കൽ കുമാറിനോട് നേതൃത്വം വിശദീകരണം ചോദിച്ചിരുന്നു. ശ്രീത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, അങ്ങനെ പരസ്യപ്രതികരണം ശ്രീത്തിനോട് നടത്തിയെന്ന് മാത്രമല്ല, മീനാങ്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സംഭവം ഉണ്ടാക്കി ആളെ കൂട്ടുകയും ചെയ്തു. ഒരു തരത്തിൽ എന്താണ് ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആണല്ലോ അത്. അപ്പോൾ ഇത് മീനാങ്കൽ കുമാർ പ്രതീക്ഷിച്ച നടപടി തന്നെ ആവണം ജില്ലാ എക്സിക്യൂട്ടീവിലെ വെട്ടൽ. ശ്രീത്ത്, ഹാഷ്മി, മീനാങ്കൽ കുമാറിന് ഇവിടെ തിരുവനന്തപുരത്തെ ജില്ലാ നേതൃത്വം ജില്ലയിലെ പാർട്ടിയെ നയിക്കുന്നവർ മീനാങ്കൽ കുമാറിനോട് എതിർപ്പ് പുലർത്തുന്നവരാണ്. അതിൻ്റെ ഭാഗ്യമാണ് ഇപ്പോഴത്തെ നടപടിയെന്നാണ് കരുതുന്നത്. മീനാങ്കൽ കുമാറിൻ്റെ പരസ്യപ്രതികരണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തോട് വിശദീകരണം ആരാഞ്ഞിരുന്നു. ഈ വിശദീകരണത്തിന് നൽകുന്നതിനിടയിൽ തന്നെയാണ് ഹാഷ്മി സൂചിപ്പിച്ച പോലെ സമാന്തര നീക്കങ്ങളുമായി മീനാങ്കൽ കുമാർ മുന്നോട്ട് പോയത്. അത് പാർട്ടിയിൽ നിന്ന് കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ്. ജില്ലയിലെ പാർട്ടിയെ നയിക്കുന്ന മന്ത്രി GR അനിൽ അടക്കമുള്ള ആളുകൾ മീനാങ്കൽ കുമാറിനോട് ഒരു എതിർ സ്വഭാവം വെച്ച് പുലർത്തുന്നുവെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഈ നടപടിയിലേക്ക് പോയത്. ഇന്ന് പുതിയ ജില്ലാ എക്സിക്യൂട്ടീവിനെയും പുതിയ അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും തെരഞ്ഞെടുപ്പിനായി ചേർന്നപ്പോഴാണ് പുതിയ ജില്ലാ എക്സിക്യൂട്ടീവിൽ മീനാങ്കൽ കുമാറിനെ ഒഴിവാക്കിയത്. മീനാങ്കൽ കുമാറിനെ നടപടിയെടുക്കുന്നതിനോട് എതിർത്ത മനോജ് B. ഇടമന എന്ന നേതാവിനെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ ക്ഷണിതാവ് മാത്രമാക്കി മാറ്റിയിട്ടുമുണ്ട്. അങ്ങനെ ഏകപക്ഷീയമായ നീക്കങ്ങളിലൂടെയാണ് CPIയുടെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം മുന്നോട്ട് പോകുന്നത് എന്ന ആക്ഷേപമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും മീനാങ്കൽ കുമാറിനെ ജില്ലാ കൗൺസിൽ അംഗമായി മാത്രം തുടരുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.